explains how to enable the White Studio Clip feature and what its function is. So watch the video to understand the complete process and benefits. Thank you. ഹായ് സുഹൃത്തുക്കളെ, YT സ്റ്റുഡിയോയിലെ ക്ലിപ്പ് ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നും അത് എന്തിനാണെന്നുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. താങ്ക് യു. ഹായ് ക്രിയേറ്റേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലിപ്പ് എന്ന ഓപ്ഷനെ പറ്റിയാണ്. YT സ്റ്റുഡിയോയിലെ ക്ലിപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് എനേബിൾ ചെയ്തിട്ട് അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാനൊരു കാരണമായത് പലരുടെയും ആവശ്യപ്രകാരമാണ്. അറിയാവുന്നവർക്കറിയാം, അറിയാത്ത പലരും ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ക്ലിപ്പ് എന്ന അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാൻ, അതായത് റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്ലിപ്പ് എടുക്കാൻ വളരെ സുലഭമായ രീതിയിൽ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നു. നമ്മൾ നേരെ YT സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ മേളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റുന്നുണ്ട്. YT സ്റ്റുഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആ പ്രൊഫൈൽ ഐക്കണിൽ തൊട്ട് കയറുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ. ഈ സെറ്റിങ്സിനകത്ത് കയറുന്നു. ഫസ്റ്റ് കിടക്കുന്ന സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ കയറുന്നു. അപ്പോൾ നമുക്കിവിടെ താഴെ കാണാം ക്ലിപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഞാൻ ഒന്ന് ഓണാക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ക്ലിപ്പ് ഓണാവുന്നു ഓഫാവുന്നു കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എനേബിളാക്കി ഇടുക. അതിനുശേഷം നമ്മൾ നേരെ ബാക്ക് ഇറങ്ങുന്നു. നമ്മുടെ യൂട്യൂബിലേക്ക് കയറുകയാണ്. ഇനി ആ പിക്ചർ എടുക്കാൻ വേണ്ടി ആ ക്ലിപ്പിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ്. ഇവിടെ ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ കാണിക്കുകയാണ്. നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ എൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ എൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഞാൻ വീഡിയോ കയറി. ഓക്കെ, ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഓണാക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ കാണാം എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്ററായിട്ട് നോക്കിയ ക്ലിപ്പ് എന്ന് ഒരു കത്രികയുടെ പടം കൊടുത്ത് ക്ലിപ്പ് എന്ന് കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മൾ YT സ്റ്റുഡിയോയിൽ എനേബിളാക്കി വിട്ട ഓപ്ഷൻ. അപ്പോൾ ഈ ക്ലിപ്പിൽ തൊട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് വേണ്ടത്ര വീഡിയോസ് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ. ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് ആ ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പുറമോട്ടോ മുന്നോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. ഇവിടുന്ന് അത് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ആഡ് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷനിൽ കയറുന്നു. ആഡ് ടൈറ്റിൽ കയറി നമുക്കവിടെ ടൈറ്റിൽ കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ വീഡിയോ എന്ന് കൊടുക്കുകയാണ്. ടൈറ്റിൽ വീഡിയോ കൊടുത്തു. പക്ഷേ ഇതിനകത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ പേര് കൊടുക്കണമെന്നാണ്. അത് നിങ്ങൾ നിയമപ്രകാരം ചെയ്യണം. ഓക്കെ, നമ്മളത് കയറിയതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഷെയർ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പം നമ്മൾ ഷെയർ ക്ലിപ്പിലേക്ക് കയറുന്നു. ഷെയർ ക്ലിപ്പിൽ കയറി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വാട്സാപ്പ്, ടെലിഗ്രാം അങ്ങനെയുള്ള നമുക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാണാൻ പറ്റും. അത് നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റും. മറ്റൊരു ഷെയർ ചെയ്യണമെങ്കിൽ വീഡിയോയുടെ ഇത്രയും ഭാഗം നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് തന്നെ നമ്മുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് നമുക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ക്ലിപ്സ്. അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ക്ലിപ്പിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ ക്ലിപ്പിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക. ക്ലിപ്പിൽ കൂടെ ഒരു ടൈറ്റിൽ കൊടുത്ത് നമുക്ക് ആ വീഡിയോ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം പലരും ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ക്ലിപ്പിൻ്റെ ഉപയോഗം ഇതാണ്. അത് YT സ്റ്റുഡിയോ പോയി എനേബിളാക്കിയിട്ട് നമുക്ക് ഇവിടെ വന്നാൽ വീഡിയോക്ക് അനുവാദമുള്ള വീഡിയോകളാണ്. ചിലർ അനുവാദമില്ലാത്തതാണ്. അനുവാദമുള്ള സകല വീഡിയോകൾക്കും അതിലിപ്പോൾ ന്യൂസ് ചാനലായാലും ശരി, ഇപ്പോൾ എന്ത് ചാനലായാലും ശരി, മറ്റൊരു വീഡിയോ ആയാലും ശരി, നമുക്കവിടെ ഈ ക്ലിപ്സ് എന്നുള്ള കത്രികയുടെ പടം വരും. അവിടെ നമുക്കത് ആ ക്ലിപ്പ് എടുക്കാം.